ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെയ്യുന്ന പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കൂടെ പരിഹാര മാർഗമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു ദിക്ർ. അത് കൊച്ചു കാര്യങ്ങളൊന്നുമല്ല. ആ ദിക്ർ ഈ സമയങ്ങളിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവുകയാണ്. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് സർവ്വ ആരാധനയ്ക്കും അർഹൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ കണ്ട് മറ്റൊരു ആരാധനയില്ല. സർവ്വ ആരാധനയും അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്, നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനമായ ഈ ദിക്റുകളാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ദിക്റിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ദോഷങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, വൈഷമ്യങ്ങൾ, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഇങ്ങനെ കൂടുതൽ നമ്മുടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് ഇവിടെ അടിക്കാൻ പോവുകയാണ്. ഒരു കൊടുങ്കാറ്റടിച്ച് നമ്മുടെ രാജ്യം, നമ്മുടെ ഭാഗങ്ങളൊക്കെ നശിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മളിവിടെ കൂട്ടം കൂടിയിരുന്നോ അല്ലാതെ ഇരുന്ന് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കൊടുങ്കാറ്റ് അള്ളാഹുവിന് അധികം കൊണ്ട് ആ കൊടുങ്കാറ്റ് മാറുന്നതായിരിക്കും. അതുപോലെ മഴ പെയ്യുന്നത്, അപാരമായ മഴ, തോരാത്ത മഴ പെയ്ത് നമുക്ക് ആകപ്പാട് നശീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആത്മാർത്ഥമായിട്ട് കൃതശുദ്ധിയോടുകൂടി ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനും പരിഹാര മാർഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റാണ് നമ്മുടെ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ദിക്ർ ഈ സമയങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വന്നാലും ഈ ദിക്റിയല്ല. അപ്പോഴും ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളെയൊക്കെ മാറ്റിക്കിട്ടും, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിക്കിട്ടും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കിട്ടും, നമ്മുടെ സാമ്പത്തികമായ പരാജയത്തെ മാറ്റിക്കിട്ടും, നമ്മളെ എന്തിടങ്ങളിലുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ അത് മാറ്റിത്തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ദിക്ർ ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഹൃദയശുദ്ധിയോടുകൂടി ഇത് ചെയ്താൽ എനിക്ക് പ്രയോജനം എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ആര് ചെയ്താലും ശരി ഇതിൻ്റെ പ്രയോജനം കിട്ടുകയാണ്. അതേസമയം മനസ്സുയുദ്ധി ഇല്ലാതെ കണ്ട് ഇത് ചെല്ലണോ വേണ്ടയോ, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ, ഇത് സാധാരണ ഒരു രീതിയിലുള്ളതൊക്കെയാണോ എന്നൊക്കെയുള്ള ഒരു മനോധാരണ വെച്ചുകൊണ്ട് നമ്മളിത് പുലർത്തിക്കഴിഞ്ഞാൽ ചെല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല, അത് പ്രയോജനം ഉണ്ടാകുന്ന സംശയമാണ്. ഇവിടെ ഞാൻ ചെല്ലാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്താൽ ഈ ദിക്ർ ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹകീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി വറബ്ബിൽ അർശിൽ കരീം. ഇതാണിപ്പോൾ ഞാൻ ഈ ദിക്ർ. ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം എത്രയാണെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് പറയുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല വാരിക്കോരി തരുന്നതാണ്, എല്ലാ രീതിയിലും വാരിക്കോരി തരുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഇതൊക്കെ അങ്ങോട്ട് ചെല്ലിയാൽ നല്ലത് തന്നെ. ഇത് ചെല്ലുന്നതിന് സമയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ വെച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും എല്ലാവിധ ഗുണവും ഐശ്വര്യവും വർക്കത്തും സമ്പത്തും സാമർഥ്യമൊക്കെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ എന്ന് പറയുന്നത് ചെല്ലുമ്പോൾ ഒരു 33 പ്രാവശ്യം ഈ ദിക്ർ നിർബന്ധമായി നിങ്ങൾ ചെല്ലുമ്പോൾ ആ 33 തന്നെ നിങ്ങൾ ചെല്ലണം. അത് കഴിഞ്ഞുള്ള സമയങ്ങളിലും നിങ്ങൾക്കിത് ചെല്ലാം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ഉന്നതമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആക്കുന്നതാണ്. കുടുംബത്തിൽ പിന്നെ അരാജകത്വമില്ല, പിന്നെ ദാരിദ്ര്യമില്ല, പിന്നെ പ്രയാസം ഉണ്ടായില്ല, ബുദ്ധിമുട്ടുണ്ടായില്ല, സാമ്പത്തികപരമായ ഉയർച്ചയും ഉണ്ടാകും. എല്ലാവിധ ഗുണവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഈ കുടുംബം നിലനിൽക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു തആല തരുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട. ഇത് ചെല്ലുമ്പോൾ ഒരു 33 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. അതുകൂടാതെ കണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ദിക്ർ ചെല്ലാവുന്നതാണ്. ചെല്ലുന്നതനുസരിച്ചു അതിൻ്റെതായ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ദിക്ർ അല്ലാഹുവിൻ്റെ അർശിലേക്ക് എത്തുന്നതാണ്. കാര്യം കൊച്ചു കാര്യങ്ങളൊന്നുമല്ല, ഏറ്റവും ഉന്നതമായ ഒരു ദിക്റാണ്. ഇതിൽ മടി വരുത്തേണ്ട, നിങ്ങൾ ചെല്ലണം.
അക്കാലം ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അക്കാലം നിർത്തുകയാണ്. ഇത് കാണുന്നവരും കേൾക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്കുകയും ചെയ്യണമെന്ന് കൂടി ഞാൻ പറയുന്നു. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.